അതിമധുരമുള്ള കപ്പലണ്ടി മിഠായി തയ്യാറാക്കാൻ പോവുകയാണ്. കുറച്ച് കപ്പലണ്ടി എടുക്കുക. അത് നന്നായി തോട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ശർക്കര എടുത്ത് ഒരു പാനിൽ ഒരല്പം വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ശർക്കര ഇടുക. വെള്ളം നന്നായി ചൂടായതിന് ശേഷം ആ ശർക്കര ഇട്ട് ആ ശർക്കര നന്നായിട്ടൊന്ന് ഇളക്കണം. അത് നന്നായിട്ടൊന്ന് ഇളകി പാകപ്പെട്ട് വരുമ്പോൾ അത് നന്നായിട്ട് തിളച്ച് അതിൽ പത വരാനായിട്ട് തുടങ്ങും. ഇതേ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ആ സമയത്ത് അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ആ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുകി കട്ടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ കണ്ടിരിക്കും അത് കട്ടി പിടിച്ച് അങ്ങനെ വരുന്നതായിട്ടുള്ള സമയം. ആ സമയത്തിൽ പാനിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ ആ ശർക്കര കട്ടി പിടിച്ച് വരുന്നുണ്ട്. ആ സമയത്തിൽ കപ്പലണ്ടി അതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക. കപ്പലണ്ടി തട്ടിക്കൊടുത്ത് നന്നായിട്ട് അതിനൊന്ന് ഇളക്കുക. ഇളക്കി നന്നായിട്ട് എല്ലായിടവും ശർക്കര പാനി പിടിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു പാനിലേക്ക് അതിനെ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലൊരു പാനിൽ ഒഴിച്ച് മാറ്റി വെച്ച് അതൊന്ന് നല്ല രീതിയിൽ കട്ടി പിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് അത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കും. ഇപ്പോൾ നല്ലൊരു കപ്പലണ്ടി മിഠായിക്കുള്ള മാക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതിന് നല്ല കട്ടി പിടിച്ച് വന്നതിന് ശേഷം അതിനൊരു പാനിൽ തട്ടി പരത്തി വച്ച് ചൂട് തണുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാം.